ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവന്റെ ചരിത്രം മൊത്തം പുറത്തെടുക്കാൻ പറ്റും. ഇവന്റെ കഥയുടെ മുഴുവൻ അവതാരവും കിട്ടിയാലേ സഞ്ജനയെ രക്ഷിക്കാനും പറ്റൂ. സന്തോഷിന്റെ കാറ് കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ആ കുട്ടിയെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും? കാറിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പെൺകുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഇറക്കി വിട്ട് കാണും. എവിടെയായിരിക്കും? മിക്കവാറും ആ പെൺകുട്ടിയുടെ വീട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ എവിടെ തപ്പും? അങ്ങേപ്പുറത്ത് ഞാൻ സമയത്തിന് എത്തിയില്ലെങ്കിൽ മഞ്ജരി എന്നെ പുറത്താക്കാനുള്ള സകല പണിയും എടുത്തു വയ്ക്കും. എന്തൊരു പരീക്ഷണ ഇത്! ഹലോ ഏട്ടത്തി. ഹലോ വിവേക്, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റൂടാ? ഞാൻ ഓഫീസിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അതൊരു സാധാരണ ബന്ധമല്ലാന്ന് എനിക്ക് ഉറപ്പാ. ഒന്നുകിൽ അവര് തമ്മിൽ ഒടുക്കത്തെ പ്രണയമായിരിക്കണം, അല്ലെങ്കിൽ അവൻ അവളെയും കളിപ്പിക്കായിരിക്കും. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം അറിയണം. എങ്കിൽ നമുക്ക് സഞ്ജനയെ രക്ഷിക്കാനാവും. ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം. ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആ പെണ്ണിന്റെ വീടോ ഹോസ്റ്റലോ ഉണ്ടോ എന്ന് നോക്ക്. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ആ അഡ്രസ് കണ്ടെത്തിയേ തീരൂ. ആയിക്കോട്ടെ ഏട്ടത്തി. ഏട്ടത്തി ലൊക്കേഷൻ പെട്ടെന്ന് അയച്ചാ ഞാൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ആ, ഇപ്പൊ അയക്കാം. എടി മേഘനെ, ഇന്നത്തോടെ നീയും ഈ കമ്പനിയുമായുള്ള ബന്ധം എന്നേക്കുമായി മുറിയും. നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് നീ എന്നെ വെല്ലുവിളിച്ചതിന് എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യണ്ടേ? നിനക്കുള്ള ടെർമിനേഷൻ ലെറ്റർ പോലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നീ പതുക്കെ വന്നാ മതി മോളെ, ഒരു തിരക്കുമില്ല. ഇന്ന് നിന്റെ രാജിക്കത്ത് നിന്റെ കയ്യിൽ വെച്ച് തരണം. പെട്രോള് തീർന്നെന്ന് തോന്നല്ലോ. എന്തപ്പ ചെയ്യാ? കൃത്യസമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ താടകയുടെ മേലങ്കി അണിഞ്ഞ മഞ്ജരി എന്നെ ശരിയാക്കും. അത് മേഘനല്ലേ നിൽക്കുന്നേ? എന്തു പറ്റി മേഘനെ? നീ എന്താ ഇവിടെ നിൽക്കുന്നേ? സ്കൂട്ടിയിൽ പെട്രോള് തീർന്നുപോയി. അതുകൊണ്ട് വല്ല ഓട്ടോയും കിട്ടുമെന്ന് നോക്കായിരുന്നു. നീ എവിടേക്ക് പോകാൻ ഇറങ്ങിയതാ? ബാണാസുര സാഗർ വരെ പോണം. കാർത്തിയാനി പ്രൈവറ്റ് ലിമിറ്റഡുകാർക്ക് ഒരു ഫയൽ എത്തിക്കാനുണ്ട്. ഓ, അത് ശരി. ഏതായാലും ഞാനോ വഴിക്ക് തന്നെ. നീ കാറി കയറ്. വാ മേഘനെ. ഇതിലങ്ങനെ ഫീൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നട്ടപ്പുറ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചു, അത്ര തന്നെ. വന്ന് കയറ്. വണ്ടി ലോക്ക് ചെയ്തിട്ട് വന്ന് കയറ്. ഏതായാലും പറഞ്ഞതനുസരിച്ചാലും താങ്ക്സ്. മിഥുനേട്ടന് ഒത്തിരി ഫീലിങ്സ് ഒന്നും വേണ്ട. ഞാനും ഇപ്പോ വഴിയിലൂടെ പോയൊരു വ്യക്തി കനിഞ്ഞ് തന്നൊരു ലിഫ്റ്റ് ആയിട്ട് കരുതുന്നുള്ളൂ. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല. അഹങ്കാരോ? ആർക്കാ അഹങ്കാരം? മിഥുനേട്ടാ, മിഥുനേട്ടനില്ലേ?
ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ഈ ബിൽഡപ്പിനൊന്നും ഒരു കുറവുമില്ല. മതിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നാക്കിട്ടടിച്ച് കസർത്ത് നടത്താൻ പണ്ടേ നിനക്ക് നല്ല മിടുക്ക. ആ മിടുക്കുണ്ടെങ്കിലേ എനിക്ക് പിടിച്ചു നിൽക്കാനും ആവും. ഹും. ഹലോ. ഹലോ, എന്താ മേഘനെ ട്രാഫിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാണ്ട് ബുദ്ധിമുട്ട് വട്ടം തിരിയാണോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല മഞ്ജരി. നല്ല സുഖമായിട്ട് AC കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എന്ത്, കാറിൽ പോകുന്നെന്നോ? അതെല്ലോ, അതും മിഥുനേട്ടന്റെ കാറിൽ തന്നെ. എന്ത്, മിഥുന്റെ കാറിൽ നീ എങ്ങനെ കയറി? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എന്റെ വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. അപ്പോഴാ മിഥുനേട്ടൻ അവിടെ എത്തിയത്. എന്നെ കണ്ടപ്പോ കാറിൽ കയറിക്കോളാൻ പറഞ്ഞു. നീ ഒന്ന് സ്പീക്കർ ഓൺ ചെയ്തേ. മിഥുൻ, ആ പറയും മഞ്ജരി. നീ എന്തിനാ ആ റൂട്ടിൽ പോയത്? നിനക്ക് പോകേണ്ടത് മൗനിക ഏജൻസി അല്ലേ? ആ അവിടേക്ക് തന്നെ ഇറങ്ങിയത്. പക്ഷെ അവര് ഓഫീസിലില്ലാത്തോണ്ട് നേരെ സൈറ്റിലേക്ക് വരാനാ പറഞ്ഞു. അതുകൊണ്ടാ എനിക്കും ഇതേ വഴി തന്നെ വരേണ്ടി വന്നേ. പോയത് കുഴപ്പമില്ല, ആ മേഘനയ്ക്ക് ലിഫ്റ്റ് കൊടുത്ത എന്തിനാ? മഞ്ജരി പ്ലീസ്, ഞാൻ ആർക്ക് ലിഫ്റ്റ് കൊടുക്കണമെന്ന് നീയാണ് തീരുമാനിക്കണേ. നീ ഫോൺ വെച്ചോ, ഞാൻ തിരിച്ചു വന്നിട്ട് സംസാരിക്കാം. ഛേ, അവളെ ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ ഞാൻ ഇവിടെ കിടന്ന് പേടാപ്പാട് വിടുമ്പോ മിഥുൻ രക്ഷകനെ പോലെ ഇടയ്ക്ക് കയറി ചെന്ന് അവളെ സഹായിക്കാൻ പോയിക്കുന്നു. ഛേ, വീണ്ടും ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഓ ഗോഡ്. ഛേ, ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന് നന്ദിയുണ്ട്. ഇറ്റ്സ് ഓക്കെ. മിഥുനേട്ടൻ എന്താ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നേ? യാ എന്നോട് സൈറ്റിലേക്കല്ലേ വരാൻ പറഞ്ഞേ. ഇതാ ഇപ്പൊ തന്നെ എത്തിക്കോളാം. അതെന്താ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഇത്ര പെട്ടെന്ന് പോവുക എന്ന് പറയുന്നേ? പിന്നെന്താ ചെയ്യാ? ഓ ശരി ശരി, എന്നാ പിന്നെ നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. ബൈ. മിഥുനേട്ടൻ എന്താ ഇതുവരെ പോവാതിരുന്നേ? മീറ്റിംഗ് ക്യാൻസലായി. ശരി, ഇനിയിപ്പോ ഓഫീസിലേക്കാ. നീ കയറിക്കോ. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. വഴിയെ പോയ ഒരാള് സഹായിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അയ്യോ അങ്ങനെ മതിയേ, ആർഗ്യൂ ചെയ്യാൻ എനിക്ക് വയ്യ. ഒന്ന് കേറ്. മേഘനെ, 15 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ തലയിലെഴുത്തും മാറും, നിന്റെ ഫ്യൂച്ചറും തകിടം മറിയും. മൊത്തത്തിൽ ഞങ്ങൾക്ക് നീ എന്ന പുഴുവിൽ നിന്ന് രക്ഷ നേടാനാവും. റെഡിയാക്കി വെച്ചിരിക്കുന്ന നിന്റെ ഈ ടെർമിനേഷൻ ലെറ്റർ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നിന്നെ ഇവിടെ നാട്ടിപ്പായിക്കും. എന്താ മിഥുൻ, എന്താ രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു വരവ്? നിനക്ക് വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ? ആ മീറ്റിംഗ് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലായി. അതുകൊണ്ടാണ് ഞാൻ വരുന്ന വഴിക്ക് മേഘനയെ പിക്ക് ചെയ്തത്. ഈ മേഘനെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാൻ ഞാൻ കാത്തിരിക്കുമ്പോ അവളെ കോരിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കല്ലേ മിഥുൻ? എന്താ മഞ്ജരി, വല്ലാതെ ഡിസപ്പോയിന്റ്മെന്റിലാണെന്ന് തോന്നുന്നു. അതങ്ങനെയാണോ? എവിടേക്കോ ഉന്നം വെച്ച അമ്പ് കറങ്ങി തിരിഞ്ഞു വന്ന് നിനക്കിട്ട് തന്നെ കൊണ്ടുവല്ലേ? അതൊരൊന്നൊന്നര വേദന തന്നെയായിരിക്കും. എനിക്കിട്ട് താങ്ങാൻ നോക്കിയിട്ട്
അതെങ്ങനെയാണ് എനിക്ക് ഉപകാരമായതെന്ന് പറയട്ടെ. എന്ത്? ഞാൻ ചെയ്ത ഉപകാരമായിരുന്നോ? അതെ, കുറേയേറെ നാളുകളായി മിഥുനേട്ടനൊത്തൊന്ന് കറങ്ങാൻ പോണെന്ന് കരുതിയതാ. കാറിലൊരു ലോങ് ഡ്രൈവ്, ഒരു റെസ്റ്റോറന്റിലിരുന്ന് മിഥുനേട്ടനെ ഒന്നിച്ച് ഐസ്ക്രീം കഴിക്കാൻ ഒരു മോഹം. എത്ര നാളായിട്ട് കൊതിക്കാന്നറിയോ? അതെല്ലാം ഇന്ന് നീ കാരണം നിറവേറി. എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് നീയാ വഴിയൊരുക്കിയത്. താങ്ക് യു സോ മച്ച്. എന്ത്? നീയും ഇതിനും ഒന്നിച്ച് റെസ്റ്റോറന്റിൽ പോയി ഐസ്ക്രീം കഴിച്ചെന്നോ? അത് വിട്. നാളെ എന്തെങ്കിലും നീ അറിയുമ്പോ നിനക്കത് വിഷമാവരുതല്ലോ. നിന്നെ ഞാൻ സത്യത്തിൽ നിന്നെയല്ല ഇതിനെ പറഞ്ഞാ മതി. മിഥുൻ, വാട്ട് ഈസ് ദിസ്? ഇത് ഫയല്, ഇത് ലാപ്ടോപ്പ്. ഇതിലേതാ നീ ഉദ്ദേശിച്ചത്? ഇരുതല മുരി പോലത്തെ നിന്റെ സ്വഭാവത്തെ കുറിച്ച്. വാട്ട് യു മീൻ? മേഘനയെ സുരക്ഷിതയായി കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നത് പോരാഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അവളെ സുഖിപ്പിച്ചിട്ട് വന്നിരിക്കുന്നോ? മഞ്ജരി, ആർ യു മാഡ് ഓർ വാട്ട്? ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തേ? നീ ചെയ്യാതെയാണോ മേഘന എന്നോട് പറഞ്ഞത്? വാട്ട്? മേഘന നിന്നോട് പറഞ്ഞെന്നോ? അവളെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഓഹോ, പറയരുതെന്ന് സത്യം ചെയ്തിട്ടാണോ അവളെ വിളിച്ചോണ്ട് വന്നത്? നോക്ക് മഞ്ജരി, മേഘന നിന്നോട് എന്താ പറഞ്ഞെന്നോ നീ എന്താ കേട്ടെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നീ ഇപ്പൊ ഈ പറഞ്ഞതും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിവിടെ വെച്ച് പറഞ്ഞാ പോരാ, മേഘനയുടെ മുമ്പിൽ വെച്ച് പറയണം. എന്നുവെച്ചാ ഞാനൊന്നും ചെയ്തില്ല എന്ന് നിന്റെ മുമ്പിൽ തെളിയിക്കണമെന്നാ പറയുന്നത്? അവളെ കൊണ്ട് പറയിച്ച് ഞാൻ എന്നെ പ്രൂവ് ചെയ്ത് കാട്ടണമെന്നാണോ? അതൊന്നും എനിക്കറിയില്ല. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, പക്ഷെ നീ ചെയ്തതൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല. അഞ്ജലി, വെയിറ്റ്. മേഘനെ, കം ടു മൈ ക്യാബിൻ. എന്താ മിഥുനേട്ടാ? നീ എന്തിനാ നമ്മൾ റെസ്റ്റോറന്റിൽ പോയെന്നും അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചെന്നും മഞ്ജരിയോട് കള്ളം പറഞ്ഞേ? സോറി മിഥുനേട്ടാ. അതൊന്നും പുറത്ത് പറയാൻ പാടില്ലെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഒരു ഫ്ലോയിൽ മഞ്ജരിയോട് അങ്ങ് പറഞ്ഞു പോയതാ. ഐ എം വെരി സോറി. ഇപ്പെന്ത് പറയുന്ന മിഥുൻ? മഞ്ജരി, നീ ഒന്നും മിണ്ടാതിരിക്കേ. മേഘനെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മാറ്റി പറയണമെന്നുള്ള കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നില്ല. പറയരുതെന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോയി. ഐ എം റിയലി വെരി സോറി. നന്നായിരിക്കുന്നു മിഥുൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നെ നിനക്ക് ബോറടിച്ചു തുടങ്ങിയെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞാ പോരായിരുന്നോ? അത് വിട്ടിട്ട് എന്റെ പുറകെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? മഞ്ജരി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മേഘന നിന്നോട് പറഞ്ഞതൊക്കെ നുണയാ. അത് സത്യമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാ. അതുകൊണ്ട് അതും തലേ കയറ്റി വെച്ചോണ്ട് എന്നോട് ഇനി അങ്ങോട്ട് ഒരു വഴക്കിനും വരാൻ പാടില്ല. മനസ്സിലായല്ലോ? മേഘനെ, നീ എന്നെ വെച്ച് കളിക്കുകയാണോ അതോ മിഥുനാണ് എന്നെ വെച്ച് കളിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിനക്കുള്ളത് ഞാൻ പിന്നെ തന്നോളാം. എന്തോ അതൊന്നും എനിക്കറിയില്ല മഞ്ജരി. ഇന്ന് എന്തായാലും ഞാൻ ഒരുപാട് ആസ്വദിച്ചു.
ഇനി പറയൂ രാജേശ്വരി. എന്താന്നാ പറയണ്ടേ? ഞങ്ങളൊരു പുതിയ ഫാക്ടറി തുടങ്ങാനിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? അതെ. അതിന്റെ ഭൂമി പൂജ നടത്താൻ പറ്റിയൊരു മുഹൂർത്തം 2 ദിവസം കഴിഞ്ഞുണ്ടെന്നാ പറയുന്നത്. ആ മുഹൂർത്തം കഴിഞ്ഞു പോയാ അങ്ങനെ ഒരു നല്ല നേരം പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞു ഉണ്ടാവുള്ളൂത്രേ. അതുകൊണ്ടാണ്. നീ എന്താ നിർത്തിക്കളഞ്ഞ രാജേശ്വരി? ബാക്കി എന്താന്ന് വെച്ചാ പറ. ഞാൻ പറയാ അരുണിമേ, ടാഗോർ പാർക്കിനടുത്തുള്ള നിങ്ങളുടെ സ്ഥലം സ്ത്രീധനമായിട്ട് സന്തോഷിന്റെ പേരിലേക്ക് എഴുതി തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അതിപ്പോഴേ തരായിരുന്നെങ്കിൽ ആ ഫാക്ടറിക്ക് വേണ്ടിയുള്ള ഭൂമി പൂജ നടത്തായിരുന്നു. ഇത് ചോദിക്കാനാണോ രാജേശ്വരി നീ ഇത്രയും മടിച്ചത്? കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് തരാനിരുന്നതല്ലേ? അതിപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റിരിക്കുന്നു? എന്തു പറയുന്നു ചേച്ചി? ചേച്ചിയുടെ അഭിപ്രായം എന്താ? അതെ രാജേശ്വരി, എന്തായാലും തരാന്ന് പറഞ്ഞതാണല്ലോ. അത് പിന്നീടായാൽ എന്താ, അത് ഇപ്പൊ തന്നാൽ എന്താ കുഴപ്പം? എന്താ മിഥുൻ, നീ എന്തു പറയുന്നു? അത് സഞ്ജനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാ. അത് അവൾക്ക് അവകാശപ്പെട്ടതാ. എന്ന് വെച്ചാ അത് അവളുടെ തന്നെയാണെന്നാ പറഞ്ഞേ. അത് മാത്രല്ല, ഇങ്ങനൊരു മുഹൂർത്തം എപ്പോഴും വന്നു ചേരണമെന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കട്ടെ. ജയദേവേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അത് രാജേശ്വരി, എന്ന് കരുതി ഞങ്ങള് എന്റെ ഒരു തീരുമാനത്തിനും ജയദേവേട്ടൻ എതിര് നിൽക്കില്ല. സഞ്ജന ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ. അത് അവളുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ എന്നെ മാറ്റിവെച്ചതാണ്. ഇപ്പൊ സന്തോഷായില്ലേ രാജേശ്വരി? അയ്യോ, ഇതിൽ പരം എന്തു വേണം? ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൊടുക്കൽ വാങ്ങലുകളുടെ കണക്കെല്ലാം കല്യാണശേഷം നടത്തുന്നതല്ലേ നല്ലത്? കല്യാണത്തിന്റെ സമയത്ത് നടത്തുന്നത് തന്നെയല്ലേ അതിന്റെ ഒരു രീതിയും? കല്യാണത്തിന് മുന്നേ ഇതൊന്നും നടത്തരുതെന്ന് പൂർവികര് തീരുമാനിച്ചിട്ടുള്ളത് വെറുതെ അല്ലല്ലോ. ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം ചോദിച്ചോണ്ട് ഇവിടെ ആരും വന്നില്ലല്ലോ മേഘനെ. ദേ നോക്കിയേ, പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ, അതും എന്റെ മോളുടെ സ്വന്തം കാര്യം. ഇതിൽ ഇടപെടാനോ ഇടങ്കോലിടാനോ ശ്രമിക്കാതിരുന്ന നിനക്ക് കൊള്ളാം. അങ്ങനെ പറയല്ലേ ചെറുമേ. നമ്മുടെ പെൺകുട്ടി ഈ വീടിന്റെ പടി കടന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ അവൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനവും കൊടുത്തയക്കാൻ പാടുള്ളൂ. പൂർവികര് ഓരോന്നിനും ഓരോ രീതി തീരുമാനിച്ചിട്ടുള്ളത് വെറുതെ അല്ലല്ലോ. എപ്പോ എന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് എല്ലാം ശുഭപര്യവസായിയായ അപ്പോഴാണ് അവൾക്ക് കൊടുത്തയക്കാനുള്ള സ്ത്രീധനം കൊടുത്തയക്കേണ്ടത്. മുതിർന്നവര് ഒന്നും ഇല്ലാണ്ടൊന്നും തീരുമാനിക്കില്ലെന്നറിഞ്ഞൂടെ? എന്റെ പൊന്നു മേഘനെ ഒന്ന് നിർത്ത്. പൂർവികരുടെ തീരുമാനവും ദൈവത്തിന്റെ ആശീർവാദവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാത്തതല്ലോ. കണ്ടില്ലേ ചേച്ചി, സഞ്ജനയുടെ കല്യാണം മുടക്കാൻ ഇവളുടെ അടുത്ത അടവുമായിട്ട് വന്നിരിക്കുക. എന്റെ മോളുടെ കല്യാണവും ജീവിതവും നശിപ്പിക്കാൻ എന്തിനാ ഇവളിങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? തുടങ്ങിയപ്പോ തൊട്ട് ഓരോ നിമിഷവും ഓരോ പ്രശ്നവും ഓരോ കോലാഹലവും സൃഷ്ടിച്ചോണ്ടിരിക്കല്ലേ ഇവള്. എന്റെ ചെറുമി, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നൊന്നും മനസ്സിലാക്ക്. എന്താ മേഘന മനസ്സിലാക്കേണ്ടത്? എന്താ നിന്റെ ഉദ്ദേശം തെളിച്ചു പറ. നിന്നെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്റെ ഗൂഢാലോചനയും എന്താണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു.